നമ്മുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സീസൺ ഇസ് വെൽ ആൻഡ് ഗുഡ് ഓൺ ട്രാക്ക്. ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് കണ്ടിട്ട് സുദീപിന് നിർത്താതെ വിളികളായിരുന്നാ പറഞ്ഞത്, കേരളത്തിലെ പല ഭാഗത്തു നിന്നും. അങ്ങനെ 30-ാം മിനിറ്റില് സുദീപിന് ഒരു വഴിയില്ലാത്തതുകൊണ്ട് സുദീപ് നേരെ ആരെ വിളിച്ചത്, UK വിളിച്ചിട്ട് സൊബോസ്ലൈനെ എങ്ങനെയെങ്കിലും ഒന്ന് മിഡ്ഫീൽഡ് കളിപ്പിക്കുന്നു പറഞ്ഞ് അങ്ങനെ 34-ാം മിനിറ്റില് സൊബോസ്ലൈനെ സ്ലോട്ട് മിഡ്ഫീൽഡ് കളിപ്പിച്ചു. പിന്നെ കുഴപ്പമില്ലാണ്ട് കളിച്ചു. അവസാനം കളിച്ച് ഒരു 70-ാം മിനിറ്റ് 75 മിനിറ്റ് ഒക്കെ ആകുമ്പോ നോട്ടിംഗമിന് ബോറടിച്ചു. പിന്നെ അവര് ഇങ്ങനെ ചാൻസ് തന്നോണ്ടിരുന്നു. ഒരെണ്ണം അടിച്ചു, റെഫറി തന്നില്ല. രണ്ടാമത്തേത് എങ്ങനെയോ കേറി. എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ഞാൻ പ്രീമിയർ ലീഗ്, അതായത് ഈ സ്ലോട്ട് പോട്ടെ, ഈ ക്ലോപ്പ് 2.0 തുടങ്ങിയത് തൊട്ട് ഗ്രാവൻബർച്ച്, മെക്കാലിസ്റ്റർ കളിച്ച ഏറ്റവും മോശം കളിയായിരിക്കും. കാരണം അവന്മാർക്ക് ബോൾ ട്രാപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, പാസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത് നമ്മുടെ കയ്യിൽ ബോളേ ഇല്ല. അതായത് യു ക്യാൻ മേക്ക്, നമ്മുടെ ജോസെ മൊറീനോന്റെ ഒരു തിയറി ഉണ്ടല്ലേ, അതായത് യു ക്യാൻ മേക്ക് മിസ്റ്റേക്സ് ഓൺലി ഇഫ് യു ഹാവ് ദ ബോൾ. അതുപോലെയായിരുന്നു കളിച്ചത്. അതായത് നമുക്ക് ബോളേ വേണ്ട, കാലിലേക്ക് നിൽക്കുന്നില്ല. എങ്ങനെയോ ജയിച്ചു. അതുകൊണ്ട് ടോപ്പ് 4 സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. ഞാൻ ആദ്യം ഗണേശനിലേക്ക് വരാം. ഗണേശൻ പറഞ്ഞിട്ട്, ഓബിൻ പറഞ്ഞിട്ട് നമുക്ക് സുദീപിന്റെ ഇതിലേക്ക് പോവാം. ഞാന് കുറെ കാലമായിട്ട് TV-യിൽ കളി കാണുന്നുണ്ട്. കുട്ടികളുണ്ട്, മൊബൈലാണ് കളി കാണാം. അപ്പോ TV-യിൽ കളി കാണാന്ന് പറഞ്ഞ് വെച്ച കളിയാണ് നോട്ടിംഗം ഫോറസ്റ്റിന്റെ കളി. അപ്പോ സംഭവം നമ്മള് റെലഗേഷൻ ബാറ്റിലും അവര് ടോപ്പ് 4 ബാറ്റിലും എന്നുള്ള പോലെയായി കളി. ഫസ്റ്റ് ഹാഫ് മൊത്തം ആ ജയിച്ച മൊമെന്റം നമ്മളാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അവരാണ് ഈ തോറ്റേന്റെ മൊമെന്റം കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്ത് ടോപ്പ് 4 പോലെ കളിച്ചത്. എന്താ പറയാ, സത്യം കൂടെ വൈഫ് ഉണ്ടായിരുന്നു കളി കാണാനായിട്ട്. സംഭവം ഫസ്റ്റ് ഹാഫ് കണ്ടത് ആളെ എണിച്ചു പോയി കളി കാണാതെ. ഇങ്ങനെയൊന്നും കളിച്ചാൽ ജയിക്കാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പിന്നെ ഗോൾ അടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, എങ്ങനെയോ ജയിച്ചു എന്ന് പറഞ്ഞിട്ട്. കുറെ കാലമായിട്ട് തോൽവി ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അവസാനം എന്ത് കൊണ്ടുപോയി ജയിച്ചു. എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. ബോള് കാലില് നിൽക്കാതെ എവിടുന്നും, അതായത് ഡി ബോക്സിനകത്ത് ബോൾ പോകുന്നു, പുറത്തു പോയാലും ബോൾ പോകുന്നു, വിങ്ങറിലേക്ക് പോയാലും ബോൾ പോകുന്നു. പക്ഷെ ഞാന് മിഡ്ഫീൽഡിന്റെ മാത്രം എന്താ പറയാ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് വിങ്ങേഴ്സിന് ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് കുറച്ച് പ്രഷർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ത്രോയിൻസോ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ നോക്കാതെ they were also trying to play with the ball. So അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. അതാ പറയുന്നത്, സാലനെ പറയുന്നത്, സാല ഗാക്പോ രണ്ടുപേരും തന്നെ പറയുന്നേ. ഉള്ളത് പറയണല്ലോ. അതായത് FPL ഇവന്മാരെ എന്തായിട്ടാ വെച്ചിരിക്കുന്നത്, മാറ്റേണ്ടി വരും കേട്ടോ. ഇത് വിങ്ങർ ഒന്നല്ല ഇവര്. എന്ത് വേണേ മതി. എന്റെ FPL ടീമിലൊന്നും സാലയില്ല. എന്റെ FPL ടീമിൽ സാലയില്ല, അത് പോട്ടെ. പക്ഷെ യുവമാരുടെ കോൺട്രിബ്യൂഷൻ 0 ആയിരുന്നേ. അതായത് ഒരു പ്രഷർ ഹാൻഡ്ലിങ്ങിന് ഒരു സപ്പോർട്ട് വേണ്ടേ? ആ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ മിഡ്ഫീൽഡിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ക്രൗഡ് ചെയ്യുക. ലൈക്ക് നമ്മള് ഈ മറ്റേ റിയൽ മാഡ്രിഡിന്റെ കൂടെ 4 പേര് ചേർന്ന് ആ ബോള് കൂട്ടിയെടുക്കുന്നു, ന്യൂനസും സിയാഗോ ഒക്കെ ക്ലോപ്പിന്റെ സീസണിൽ. അമ്മാതിരി ഒരു ക്രൗഡ് ചെയ്തിട്ട് ആ ഒരു സ്പേസ് ഇല്ലാതാക്കുക. ഇത് എവിടെ പോയാലും എലിയറ്റ് ആൻഡേഴ്സിന് അത്ര സ്പേസ് ഉണ്ട്, മറ്റേ ഹഡ്സനോഡായിന് പേസ് ഉണ്ട്. ഒരുപാട് എല്ലാവർക്കും സ്പേസ് കിട്ടുന്നു. അവർക്ക് മാത്രം ഒരുപാട് സ്പേസ്, അവർക്ക് മാത്രം ഗ്രൗണ്ട് വലുതായി തോന്നുക, നമുക്ക് മാത്രം ഒരു ബോൾ പാസ് കിട്ടിയേ അപ്പൊ തന്നെ ഗ്രൗണ്ട് ചെറുതാവുക. ഇത് പ്ലേയേഴ്സിന്റെ ഓരോരുത്തരുടെ പൊസിഷൻ സെൻസും അതുപോലെ എന്താ പറയാ പാനിക് മോഡായി. ആദ്യം തന്നെ ഗോൾ മേടിച്ചു കഴിഞ്ഞാലാണ് പാനിക് മോഡ് ആവുക. ഇപ്പൊ ഗോൾ അടിച്ചതിന് ശേഷം പാനിക് മോഡായി. സോ ഇത് അവസാനം വരെ ഇങ്ങനെ തുടർന്നു പോയി. ഡിഫൻസ് പറയുകയാണെങ്കിൽ
പുട്ട് യുവർ ബോഡി ഓൺ ദ ലൈൻ, സംഭവം ബ്ലോക്ക് ദിയർ ഷോട്ട്സ് എന്നാണ്. അതായിരുന്നു എല്ലാവരുടെയും ഇത്. സൊബോസ്ലൈ കുറെ ചാടി വീണു, VVD തലക്ക് കൊണ്ടുവന്ന് താഴ്ത്തു വീണു. അത് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ആള് ഹെഡ് ഇഞ്ചറി എന്ന് പറഞ്ഞിട്ട് ഫ്രീ കിക്ക് തരുന്നത്. ഇങ്ങനെയൊക്കെ കളി അങ്ങനെ ഇങ്ങനെ പോയി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ മതി എന്നായി സത്യം പറഞ്ഞ. അവസാനം കൊണ്ടുപോയി ജയിച്ചു. നല്ലൊരു എന്താ പറയാ, ഒരു റിവെഞ്ച് ഫീൽ ചെയ്ത പോലെ തോന്നി. കാരണം വെച്ചാൽ ആ ഗോള് തന്നില്ല. മേ ബി VR-ന് അഗ്രി ആയിരുന്നു. പാർട്ട് ഓഫ് ദ ബോൾ ബാക്കിലും പിന്നെയാണ് എൽബോയിലുള്ളത്. അപ്പോ ഈ ഫസ്റ്റ് ടച്ച് സെക്കൻഡ് ടച്ച് എന്നൊക്കെ പറയുമ്പോ ആ ഒരു കണ്ടീഷൻ വെച്ച് ഗോൾ കൊടുക്കാമായിരുന്നു. പക്ഷെ ഗോള് കൊടുത്തില്ല. ഞാൻ അതിൽ അഗ്രി ചെയ്യുന്നു. എൽബോയിലും ഉണ്ട്. മേ ബി ഒരു 70 or 60% എൽബോയിലും ഉണ്ട്. സാധാരണഗതിയിൽ ചില ടീമുകൾക്ക് ചിലപ്പോ കൊടുക്കുമായിരിക്കും, നമുക്ക് കിട്ടിയില്ല. പക്ഷെ അതേപോലെ ഒരു സിറ്റുവേഷൻ, അതേപോലെ ഒരു ഹെഡർ, റീബൗണ്ട്, അതേ ആള് ഗോൾ അടിക്കുന്നു. അതൊരു വല്ലാത്തൊരു സന്തോഷമായ ഒരു നിമിഷമായിരുന്നു. നമ്മൾ ജയിച്ചു. ചെൽസിയുടെ കൂടെ ടൈ ഓൺ 45 points. സുദീപ് പറയുന്നത് ഏകദേശം നടക്കുമോ എന്നുള്ള എല്ലാവർക്കും ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും. എനിക്കിതുവരെ വന്നിട്ടില്ല. പക്ഷെ ആ കളി കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് വന്ന് കാണും. എന്താ പറയാ ബാക്കിയുള്ളവർക്ക് പറയാനുള്ളത് നോക്കാം. കളിച്ചിട്ട് മാൻ ഓഫ് ദി മാച്ച് കിട്ടുന്ന മെക്കാലിസ്റ്റർ ഞെട്ടിപ്പോയി. അതായത് ഓബിൻ കുറച്ച് നമ്മളിപ്പം ഞാനും ഗണേശം പറഞ്ഞ വെച്ചിട്ട് ടോട്ടലി പറഞ്ഞു. പക്ഷെ ഈ ഗണേശം പറഞ്ഞ പോയിന്റിൽ നിന്ന് ഓബിൻ എനിക്ക് ഐ തിങ്ക് യു ക്യാൻ എലാബറേറ്റ്. ഈ ഗാക്പോ സല, അതായത് വേർഡ്സ് ട്രെയിനിങ് ഇഞ്ചുറി ആയി എന്നറിഞ്ഞപ്പോ അവിടെ ഗാക്പോ കേറി ബേസിക്കലി. അതോടുകൂടി ഈ രണ്ട് പ്ലേയേഴ്സ്, ഗാക്പോന് ഒറ്റ ട്രിക്കേ ഉള്ളൂ, അതെല്ലാവർക്കും ഇപ്പൊ അറിയാം. സലയുടെ ട്രിക്കൊക്കെ അവിടെ പോയി. നമ്മൾ ശരിക്കും കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞു സല തിരിച്ചു വരും, സലയുടെ വമ്പൻ തിരിച്ചു വരും പറഞ്ഞു. ഗണേശൻ പറഞ്ഞു എനിക്ക് എന്താണ് കളി കാണാനുള്ള ഒരു ഇത് വന്നു. പിന്നെയും നമ്മുടെ അൺഫോഴ്സ്ഡ് എറേഴ്സ് ചെയ്യുന്നില്ല, നമ്മള് ബോള് കീപ്പ് ചെയ്തത് മൊത്തമാണ് തന്നെ. ഇപ്പൊ സലക്ക് പോകുന്നില്ല, ഡിലീറ്റ് ചെയ്യുന്നില്ല, അത് അടിച്ച് റീൽ ഉണ്ടാക്കാൻ പോവുക. അപ്പോ ഓബിൻ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ? അതായത് ആ ടീമില് ഇസാക്ക് ഒഴികെ ബാക്കി എല്ലാം ഫസ്റ്റ് ടീമേഴ്സാണ്. ഇസാക്ക് ഒഴികെന്നല്ല, എക്കിറ്റിക്ക് ഈസ് ഓൾസോ ഫസ്റ്റ് ടീമർ. സോ എല്ലാരും ഫസ്റ്റ് ടീമേഴ്സ്, ഒരാളും വരാനില്ല. നമ്മള് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് എന്ന് മാറിയിട്ട് പ്രീമിയർ ലീഗ് കട്ട് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് ടീമായിട്ട് മാറിയിട്ടുണ്ട്. പ്രോപ്പർ ചാമ്പ്യൻഷിപ്പ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇതാണ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വലിയ ബോധമോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ഫ്ലോ ഉണ്ട് എല്ലാവർക്കും ഒരു സെറ്റ് ഓഫ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അങ്ങനെ പോകുന്നു. അത് ചിലപ്പോ ഗോളാവാം, ചിലപ്പോ ഗോളായില്ല, അങ്ങനെയും ആവാം. ആ ഒരു എന്താ പറയാ, ഒരു 4 to 8 റേഞ്ചിലുള്ള ടീംസ് ഉണ്ടാവുമല്ലോ ചാമ്പ്യൻഷിപ്പില്. ഇന്നലെ നമ്മളെ കളിച്ചില്ല. അതാണ് അവിടെ ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നത്. എക്സാക്ട് സെയിം തിങ്. ഗോളായി, ആയിട്ടില്ല. ഒരാൾക്കൊരു ഐഡിയ ഇല്ല. ആലിസൺ ടു കേർക്കസ് ഉള്ള ബോള് വരെ കേർക്കസിന് ആലിസൺ മുന്നോട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ കേർക്കസ് ബാക്കോട്ടോടും, ആലിസന് ബാക്കോട്ടാണ് പാസ് ചെയ്യുന്നത് കേർക്കസ് മുന്നോട്ടോടും. തൊട്ടപ്പുറത്തുള്ള ഒരാൾക്ക് കൊടുക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അത്രക്ക് ദയനീയമായിരുന്നു ഇന്നലത്തെ അവസ്ഥ. ഫസ്റ്റ് ഹാഫിൽ എന്തുകൊണ്ട് നോട്ടിംഗ്ഹാം ഗോൾ അടിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് നോട്ടിംഗ്ഹാം താഴെ കിടക്കുന്നത്. അതല്ലാണ്ട് ഇത് നോട്ടിംഗ്ഹാം അല്ല, അതിന് തൊട്ട് മേലെ സ്പേഴ്സ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ലീഡ്സ് ആയിരുന്നുവെങ്കിൽ പോലും, ഈ കളി നമ്മൾ ലീഡ്സിനെതിരെയാണ് കളിച്ചെങ്കിൽ ലീഡ്സ് ഗോൾ അടിച്ചേനെ. നോട്ടിംഗ്ഹാം ഒരൊറ്റ ടീമായ കാരണം മാത്രമാണ് ഗോൾ അടിക്കുന്നത്. വെസ്റ്റ് ഹാം ആണെങ്കിൽ വരെ അടിച്ചേനെ. ഭയങ്കര അതിലൊരു കാര്യം ആഡ് ചെയ്യണ്ടേ. ഈ ഇഗോർ ജീസസ് എന്ന് പറഞ്ഞവനെ ആ ഭാഗത്തേക്ക് നമ്മൾ അടുപ്പിച്ചിട്ടില്ല. അവരുടെ വിംഗേഴ്സ് മാത്രമാണ് അകത്ത് കയറി വന്നിരിക്കുന്നത്. അതൊരു ഡിഫെൻഡിങ്ങിന്റെ ഒരു കഴിവാണെന്നും പറയാം. അവനെ ആ പൊസിഷൻ തന്നെ കൊണാട്ടെ ആൻഡ് വാൻ ഡൈക്ക് were actually putting the body on the line. പറഞ്ഞ പോലെ our backline played well apart from Szoboszlai was not working out as right back yesterday, but Curtis also did well as a right back. പക്ഷെ ഡിഫൻസ്
ശരിക്കും നമ്മൾ ഈ ഇപ്പൊ നവംബർ ഒക്ടോബറിലെ അവസ്ഥ അല്ലാതാവാൻ കാരണം ഈസ് ബിക്കോസ് വി ആർ ഡിഫെൻഡിങ് വെൽ ഇൻ ബോക്സസ്. നമ്മളെ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങും ഈ ലാസ്റ്റ് ഡിച്ച് ഡിഫെൻഡിങ്ങും ഇസ് ബെറ്റർ. അതുകൊണ്ട് കൺസീഡ് ചെയ്യുന്നില്ല, വിച്ച് ഗിവ്സ് us a chance to nick one. അതാണ് ബേസിക്കലി നടന്നതും. ഓൺ എ ബാഡ് ഡേ യു ആർ ഏബിൾ ടു വിൻ. സോ ആ നോട്ടില് സുദീപ് പറ, എന്താണ് ദിസ് ഇസ് ഹൗ ചാമ്പ്യൻസ് വിൻ എന്നാണോ അതോ? അല്ല, ഇപ്പൊ ഡിഫൻസിന്റെ കാര്യം പറഞ്ഞു തന്നെ തുടങ്ങാം. ഇപ്പൊ സെറ്റ് പീസ് ഡിഫൻസിന്റെ ഒരു സ്റ്റാറ്റ്സ് ഇപ്പൊ വന്നിരുന്നു. ന്യൂ ഇയറിന് ശേഷം ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ അടിച്ചതിൽ നമ്മളുണ്ട്. 6 സെറ്റ് പീസ് ഗോൾ നമ്മൾ പ്രീമിയർ ലീഗിൽ അടിച്ചു. സെറ്റ് പീസ് ഗോളുകൾ കൺസീഡ് ചെയ്ത നമ്പേഴ്സിൽ അതിലും നമ്മളാണ് ഇപ്പൊ ടോപ്പ്. അതിൽ വേറെ ആരും ഇല്ല നമുക്ക്. അപ്പൊ നമ്മളിപ്പോ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ നമ്മൾ പണ്ട് നമ്മൾ ഈ സീസൺ തുടങ്ങിയ സമയത്ത് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല. നമ്മളിപ്പോ സെറ്റ് പീസ് ഡിഫൻസിൽ നല്ല സ്ട്രോങ് ആണ്. അപ്പൊ അതൊരു കാര്യം, പോയിന്റ് കറക്റ്റ് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം കൊണാട്ടയുടെ ഫോം. കൊണാട്ടെ കൺസിസ്റ്റന്റ് ആയിരുന്നില്ല പലപ്പോഴും. കൊണാട്ടെ കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയി തുടങ്ങി, നന്നായിട്ട് കളിക്കുന്നത്. അത് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു, ഫ്രണ്ടിൽ വന്ന് ഡിഫെൻഡ് ചെയ്യലൊക്കെ അവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നു കേർട്ടീസ് ജോൺസ് മിഡ്ഫീൽഡിൽ കളിച്ചത്. കേർട്ടീസ് ജോൺസിന്റെ ലിവർപൂളിന് ഇതുവരെ കളിച്ചിട്ടുള്ളതിൽ കുറച്ച് മോശമായിട്ടുള്ള ഒരു കളിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ. ആ കുറച്ച് പാസ്, അത് എനിക്ക് വേറൊരു കാര്യം കൂടി ഫീൽ ചെയ്തു. സാധാരണ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, പന്ത് പോകുന്ന സിറ്റുവേഷനിലൊക്കെ കേർട്ടീസിനെ ഫൗൾ ചെയ്തിട്ടാണ് പന്ത് എടുക്കാറ്. ഇതില് ഫൗളൊന്നും വിളിച്ചില്ല റഫറി. ഒരു 3-4 ഇൻസ്റ്റൻസ് അങ്ങനെ ഉണ്ടായി ഫൗൾ വിളിക്കാണ്ട്. സാധാരണ അതൊക്കെ ഫൗൾ ചെയ്യും. അത് ഒത്തിരി ഡേഞ്ചറസ് പൊസിഷനിലും ആയിരുന്നു. അത് കാരണം നമുക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതിനുശേഷം റൈറ്റ് ബാക്കിൽ പോയതിനു ശേഷം കേർട്ടീസ് നന്നായിട്ട് കളിക്കുകയും ചെയ്തു. ഒരു ഗോൾ അവിടെ അടിക്കുകയും ചെയ്തേനെ. ജസ്റ്റ് ഒരു ഭാഗ്യം കൊണ്ടാണ് ആ ഗോൾ പോകാനിരുന്നത്. അപ്പൊ നമ്മള് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു ഈ മാച്ചിൽ. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മള് പ്രിവ്യൂ ഡിസ്കഷനിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ യൂറോപ്യൻ ഫിക്സ്ചർ, അത് ഒരുപാട് അകലെ, അവര് ഒരുപാട് ട്രാവൽ ചെയ്തു. തേഴ്സ്ഡേ നൈറ്റ് ഒക്കെ കഴിഞ്ഞ്, അങ്ങനെ തേഴ്സ്ഡേ നൈറ്റ് ആയിരുന്നു അവരുടെ മാച്ച്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അവർ ടയർഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫില് അവർ അത്രയും ഓടി നടന്നതൊക്കെ കളിച്ചത് കാരണം അവര് ടയർഡായി പോയി സെക്കൻഡ് ഹാഫിലേക്ക്. അവിടെയാണ് നമ്മൾ കയറി നമ്മളെ ഫിറ്റ്നസ് പീക്ക് ചെയ്ത് വരുന്ന സമയം കൂടി. അത് നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി. അത് കാരണം നമുക്ക് അവിടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫില് മോശം തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. അത് ഞാൻ സമ്മതിക്കണം. അത് സ്ലോട്ട് പറയുകയും ഫസ്റ്റ് ഹാഫ് ഏറ്റവും മോശം ഫസ്റ്റ് ഹാഫ് ആയിരുന്നു നമ്മുടെ. അത് ഞാൻ അംഗീകരിക്കണം. അത് ഫസ്റ്റ് ഹാഫ് മോശമായിരുന്നു. സെക്കൻഡ് ഹാഫില് നമ്മൾ അതനുസരിച്ച് നന്നായിട്ട് കളിക്കുകയും നമ്മൾ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ടാക്കുകയും ചെയ്തു, ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അത് നമ്മൾ അവസാനം പറഞ്ഞാൽ അടിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ ഇപ്പൊ ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്ന് പറയുന്നത് അത്ര ഈസി ഗ്രൗണ്ട് ഒന്നുമല്ല അവിടെ പോയി ജയിക്കുക എന്നുള്ളത്. ഇപ്പോ ഈവൻ ക്ലോപ്പിന്റെ സമയത്ത് നമ്മൾ പ്രീമിയർ ലീഗിൽ അവിടെ ഇതേ സ്കോറിനാണ് നമ്മൾ ജയിച്ചത്, 0-1. അതും ഇതുപോലെ ലാസ്റ്റ് മിനിറ്റ് അവസാന സമയത്ത് ഡാർവിൻ ന്യൂനസ് ഒരു ഹെഡ് ഗോളിൽ വെച്ചിട്ട് ആണ് നമ്മൾ ജയിച്ചത്. അപ്പൊ അങ്ങനെ നമുക്കങ്ങനെ വളരെ ഈസി ആയിട്ട് ജയിക്കാവുന്ന ഒരു ഗ്രൗണ്ട് ഒന്നും അല്ല അവിടെ ഈ. അപ്പൊ അവിടെ നമ്മൾ പോയി നന്നായിട്ട് കളിച്ച് ജയിച്ചു എന്ന് പറയാനില്ലെങ്കിലും നമ്മൾ സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് കളിച്ച് ജയിച്ചു, അങ്ങനെ പറയാം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ വിങ്ങേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇതില് സാലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടിരുന്നോ? എല്ലാരും കണ്ടു. എന്നാ ചിരിയായിരുന്നു അല്ലേ? ആ ചിരിയുടെ അർത്ഥം എന്താണ്? ആരെങ്കിലും മനസ്സിലായോ? എന്താണ് ആ ചിരിയുടെ അർത്ഥം? സാല എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എന്താവാൻ പോണെന്ന് നോക്കാം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയത്. ഞാനുള്ളപ്പോ തന്നെ ഒന്നും നടന്നില്ല, ഞാനില്ലെങ്കിൽ എന്ത് നടക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു റിയാക്ഷൻ. പക്ഷെ നമ്മളത് മാറ്റി കാണിച്ചു പറ്റുള്ളൂ. എന്നെ എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ള ഒരു ഭാവം അവസാനമുണ്ട്. പക്ഷെ അതിന് പകരം റിയോ വന്നിട്ട് ആ പൊസിഷനിൽ നന്നായിട്ട് കളിച്ചു റിയോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പല ഗ്രൂപ്പിലൊക്കെ ഡിസ്കഷൻ ആക്കി റിയോ കൂടുതൽ മിനിറ്റ്സ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ റിയോനെ കളിപ്പിക്കുന്നില്ല എന്നുള്ള ഡിസ്കഷൻ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. റിയോന് ആവശ്യത്തിന് മിനിറ്റ്സ് കൊടുക്കുന്നില്ല, റിയോ തിരിച്ചു പോകും, ചിലപ്പോ വേറെ എങ്ങനെയെങ്കിലും പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് റിയോന്റെ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടിരുന്നു. റിയോ സ്ലോട്ടുമായിട്ട് അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ലോട്ട് ഒരുപാട് മോട്ടിവേഷനും ഒരുപാട് മാച്ചിന് ശേഷം കുറെ കാര്യങ്ങൾ, പൊസിഷനിലെ കാര്യങ്ങളായാലും അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു
തുടർച്ചയുടെ കാര്യങ്ങൾ ഇപ്പോഴും അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. യങ് പ്ലേയേഴ്സ് സ്ലോട്ടിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ന്യോനിയായിട്ടും ഇതുപോലെ നടക്കുന്നുണ്ടാവും. നമുക്ക് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ നടക്കുന്നുണ്ട് ആ വഴിയിൽ. അതാണ് ഒരു ഇതുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം ഈ മാച്ചിന്റെ. വേർഡ്സിന്റെ ഇഞ്ചുറിയാണ് ഒരു നമ്മളാ തുടക്ക മാച്ച് മുഴുവൻ നമ്മുടെ ഏറ്റവും കീ ആയിട്ടുള്ള പ്ലെയറാണ് വേർഡ്സ് ഇപ്പോ. പക്ഷെ ആ മാച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാച്ചിന്റെ പ്ലാൻ മുഴുവനും മാറ്റേണ്ട ഒരു അവസ്ഥ പോലെ വന്നു. അതൊന്നും എനിക്ക് അഫക്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റ് ഹാഫ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിക്കവർ ചെയ്ത് പതുക്കെ കേർട്ടിസിനെ കളിപ്പിച്ചിട്ട് ശരിയായില്ല. അത് കഴിഞ്ഞ് സോബോസ്ലയെ കളിപ്പിച്ചു. പിന്നെ അത് കറക്റ്റ് ആയിട്ട് വന്നു തുടങ്ങി. അപ്പൊ അതാണ് അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ അത് സോൾവ് ചെയ്തു. സ്ലോട്ട് അത് സോൾവ് ചെയ്തു. അത് നന്നായിട്ട് വന്നു. പക്ഷെ ഈ സല ഗ്യാപ്പോ അതാണ് ഇനി എന്ത് സംഭവം. അതാണ് ഒരു ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ്. സലയും ഗ്യാപ്പോയും ആരെയാണ് റിയോന് വരെ കളിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഗ്രൂപ്പിലൊരു പോൾ ഇട്ടു. എല്ലാവർക്കും ഗ്യാപ്പോനെ മാറ്റി സലയെ അല്ല മറ്റേ റിയോനെ കളിപ്പിച്ചാൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നത് സലയല്ലേ ചേഞ്ച് ചെയ്യേണ്ടത്. സലയെ ബെഞ്ചിൽ ഇട്ടിട്ട് റിയോനെ കളിപ്പിക്കുകയാണോ വേണ്ടത്? അതാണ് അവിടെ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒരു ബോൾ കാരിയറും വരും. അവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് വരുമ്പോ ഒരു ഫ്ലോ ഉണ്ടാവും. പക്ഷെ രണ്ടുപേര് ഒരുമിച്ച് കളിക്കാൻ പാടില്ല. രണ്ടുപേര് ഒരുമിച്ച് കളിച്ചാൽ വിടുത്തും വരില്ല, റൺസും വരില്ല, ഒന്നും വരില്ല. ആൻഡ് ഇപ്പൊ സല കളിക്കുകയാണെങ്കിൽ കൂടെ റൈറ്റ് ബാക്ക് ഒരു ഫ്രിംപോങ് വരണം. അപ്പൊ ഫ്രിംപോങ് എപ്പോഴും ഓവർലാപ്പ് ചെയ്യും. അപ്പൊ സല കുറച്ച് ഉള്ളോട്ട് ടഫാണ്. എനിക്ക് തോന്നുന്നു സല ഹാസ് ടു പ്ലേ ആസ് നമ്പർ 9. ഹി കാന്റ് പ്ലേ വൈഡ് എനിമോർ. സലയുടെ പേസ് മൊത്തം പോയി. ബേസിക്കലി നമുക്ക് പണ്ട് വാൻഡൈക്ക് കൊടുക്കുന്ന ഒരു ഡയഗ്നൽസ് ഇടാൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് മാനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഐ ഫീൽ നമ്മളിപ്പോ ഈ ഒരു ഫോർമേഷനാണ് കളിക്കുന്നതെങ്കിൽ ആ സൈഡിൽ വൈഡായിട്ട് ഫ്രിംപോങ്ങിനെ വരെ കളിപ്പിക്കാം. പക്ഷെ സലേനെ എക്കിറ്റിക്കയുടെ ഒരു ഓപ്ഷൻ ആയിട്ട് നമ്പർ 9 കളിപ്പിച്ചു കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നു ഇനി സലേനെ കൊണ്ട് എന്തെങ്കിലും നമുക്ക്. കാരണം ഫിനിഷിങ്ങും വേറെ എനിക്ക് വൈഡ് കളിച്ചിട്ട് ഒരു കാര്യമില്ല. വൈഡില് ഹി കാണ്ട്. പറഞ്ഞോ നമ്പർ 9 വൈഡിൽ കളിക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ നമ്പർ 9 കളിക്കും? ആളുടെ ടച്ച് മോശമാണ്. ആകെ ഇപ്പൊ ബാക്കിയുള്ളത് പാസിംഗ് മാത്രമല്ല. ആളുടെ ഹോൾഡിംഗ് എബിലിറ്റി പോയിരിക്കുന്നു. ഫിനിഷിങ് ചാൻസ് കിട്ടിയല്ലേ അടിക്കാൻ പറ്റുള്ളൂ. എവിടെ കിട്ടാൻ? ചാൻസ് ക്രിയേറ്റ് ചെയ്യണ്ടേ? ആള് ചാൻസ് ക്രിയേറ്റ് ചെയ്താൽ നടക്കും. അതായത് വൺസ് ഒരു സലയുടെ കയ്യിൽ ബോൾ കിട്ടി കഴിഞ്ഞാൽ ഡിഫൻഡേഴ്സ് ആകെ പാനിക് ആവും, ഇങ്ങോട്ട് പോകുന്ന അറിയാതെ. ഇതിപ്പോ നെക്കോ വില്യംസ് സിമ്പിൾ ആയിട്ട് സാലനെ ഹോൾഡ് ചെയ്ത് കളിക്കുന്നു, ഇടിച്ചു വീഴ്ത്തുന്നു സാലനെ. നേരെ മറിച്ച് റിയോ കൊണ്ടുവരുമ്പോ റിയോ അൺപ്രഡിക്റ്റബിൾ ആണ്, എങ്ങോട്ട് പോകുന്ന അറിയില്ല. നെക്കോ വില്യംസ് ബാക്ക് ട്രാക്ക് ചെയ്യായിരുന്നു, അടിപൊളിയായിട്ട് ക്രോസ് കൊടുത്തു. അതില് ഗോൾ അടിക്കണമായിരുന്നു. മാക്കലിസ്റ്ററിന്റെ ആ ഹാൻഡ് ബോളിനെക്കാട്ടിലും എക്കിറ്റിക്ക് അത് ഫിനിഷ് ചെയ്യായിരുന്നു. അപ്പോ ആ റിയോയുടെ ആ ഒരു അസിസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് നിന്നേനെ. സല ക്രിയേറ്റ് ചെയ്ത സല ക്രിയേറ്റ് ചെയ്ത ചാൻസും കർട്ടിസ് ഷുഡ് ഹാവ് സ്കോർഡ്. ഇറ്റ് വാസ് എ വെരി വെരി ഗുഡ് ചാൻസ്. അവിടെ സ്കോർ ചെയ്ത ഞാനതാ പറയുന്നത്. പാസിംഗ് മാത്രമാണ് ഇപ്പോ സ്ട്രെങ്ത് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു സിറ്റുവേഷനിൽ മാനെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിക്കാൻ തുടങ്ങി ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് വിത്ത് ഹിസ് പേസ്. അപ്പൊ പേസ് പോയി, മാനെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് തുടങ്ങി. സോ അതുകൊണ്ട് മാനെ ഫിനിഷ്ഡ് ആയി. അങ്ങനെയാണ് നമ്മൾ ബയണിലേക്ക് സെല്ല് ചെയ്തത്. സോ അതുപോലെ സാലയുടെ സ്റ്റേജും അതുപോലെ എത്തിക്കഴിഞ്ഞു. ആക്ച്വലി ആളുടെ പാസിംഗ് എബിലിറ്റി മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നി, കഴിഞ്ഞ സബോസ്ലൈക്കുള്ള അസിസ്റ്റും ഇതുപോലെ തന്നെയായിരുന്നു. ടൈമും സ്പേസും ഇല്ലാണ്ട് പന്തും കൊണ്ട് ഓടേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ല പെട്ടെന്ന് ഒരു പാസ് കൊടുക്കുമ്പോൾ ഇത് പന്തും കൊണ്ട് കുറെ ഓടുകയും ഡ്രിബിൾ ചെയ്യുകയും ഇങ്ങനെയുള്ള സ്പേസിലേക്ക് വരുമ്പോഴാണ് സലയ്ക്ക് പ്രശ്നം വരുന്നത്. അല്ലാണ്ടുള്ളത് രണ്ട് അസിസ്റ്റും അങ്ങനെയായിരുന്നു. സബോസ്ലൈയുടെയും കേർട്ടിസിന് ക്രിയേറ്റ് ചെയ്ത ചാൻസും സിമിലർ ആയിരുന്നു. നമുക്ക് എല്ലാ ചാൻസ് എടുക്കാം. എക്കിറ്റിക്കിന് ഒരേ റീപ്ലേ പോലെ 2 ഹെഡർ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സാലയുടെ ബോള്. അങ്ങനെ കുറെ പാസസ് മാനെ പിക്ക് ചെയ്യാൻ അടിപൊളിയായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേർഡ്സ് കളിക്കുകയാണെങ്കിൽ അവിടെ സലയ്ക്ക് കളിക്കാൻ പറ്റും. കാരണം വേർഡ്സിനെ ഡിഫൻഡേഴ്സ് ആൻഡ് മിഡ്ഫീൽഡേഴ്സ് ആൻഡ് ഹി വിൽ ഗെറ്റ് ദി സ്പേസ്. ആ വേർഡ്സിനെ ഇഞ്ചുറി റിയലി നമ്മളെ എഫക്ട് ചെയ്തു. ഓബനൊന്നും മിണ്ടുന്നില്ല.
ഓബിൻ ഉറങ്ങിപ്പോയി. ഇല്ല ഞാൻ മൊത്തത്തിൽ കേൾക്കായിരുന്നു സലാ ഗാക്പോ എവിടെ കളിക്കുന്നൊക്കെ. റിയോ ആകെ 10-15 മിനിറ്റാ കളിച്ചതല്ലേ. അവർ സലയും ഗാക്പോയും രണ്ടാളും കൂട്ടിയിട്ട് എത്രത്തോളം ഉണ്ടാക്കിയിട്ട് അതിലും കൂടുതൽ റിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു 10 മിനിറ്റില്. ഓ എവിടെ കളിപ്പിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ബേസിക്കലി അറ്റ് ദിസ് പോയിന്റ് റിയോ ഹാസ് ടു സ്റ്റാർട്ട്. അത് ആർക്ക് പകരുന്നല്ല, വേണമെങ്കിൽ ഗാക്പോവും സലവും പകുതി കളിച്ചോട്ടെ. അതെ, ഇൻക്രീസ് ചെയ്യാം. 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് 22 മിനിറ്റ് ആയിട്ട് കൊടുക്കാം റിയോന്. ടു ബി ഫെയർ കിയേസ വോണ്ട് പ്ലേ എനിവേസ്. സ്ലോട്ട് കളിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു പെർഫോമൻസിൽ വെച്ച് കിയേസ ഹാസ് ടു കം അറ്റ് 60 മിനിറ്റ്സ് ഇഫ് നോട്ട് സ്റ്റാർട്ടിങ് എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു 60 മിനിറ്റ് ആകുമ്പോൾ ഇറങ്ങണം. ആ ഒരു എനർജി തരാൻ പറ്റുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും. റിയോ ആയാലും കിയേസ ആയാലും ബ്രിങ്ങിങ് എൻ എനർജി. നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓടാൻ നോക്കുന്നുണ്ട്, മാനിനെ ബീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. they are trying something different at least. ഗാക്പോ is a one trick pony. പഴയ ജീസസ് നവാസ് തന്നെയാണ്. ജീസസ് നവാസ് റൈറ്റിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയിട്ട് മറ്റേ അഡാമട്രാർ അടിക്കുന്ന പോലെ ക്രോസ് കൊടുക്കുമായിരുന്നു. ഗാക്പോ എന്താ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് ഉള്ളിലേക്ക് കട്ടിൻ ചെയ്യും. ബേസിക്കലി അവർ റൈറ്റ് ഫുട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. എന്തായാലും ഒരു പോസിറ്റീവ് അല്ല, ലൈക്ക് വൺ തിങ് ഐ വാസ് ഹാപ്പി ദാറ്റ് നമ്മൾ കുറെ ലാസ്റ്റ് മിനിറ്റ് ഗോൾ കൺസീഡ് ചെയ്തിട്ട് കുറെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സം ഓഫ് ദോസ് ഗെയിംസ് വി കാൻ ഡിസേർവ് അറ്റ്ലീസ്റ്റ് എ ഡ്രോ ഓർ എ വിൻ. അതിന്റെ ഒരു 3 പോയിന്റ്സ് നമുക്ക് അത് ബാലൻസ് ആയി പോയി എന്ന് വിചാരിക്കാം. സോ എനിവേ, ഇതിനെ കുറിച്ച് ഇപ്പൊ ഇന്നലെ ഒരു കോമഡി ഞാൻ കണ്ടു. അതായത് ലിവർപൂൾ സൈറ്റിൽ ഈ മാച്ചിന്റെ ഹൈലൈറ്റ്സ് വെച്ചേക്കുന്നവർ 1.5 മിനിറ്റ്, വേറെ ഒന്നുമില്ല. ആ 1.5 മിനിറ്റിൽ പകുതി വാറന്നെ. അപ്പൊ എക്സ്റ്റൻഡഡ് ഹൈലൈറ്റ് ഇട്ടുണ്ട് 13 മിനിറ്റ് ഉണ്ട്. എന്ത് ഫോറസ്റ്റിന്റെ കോംസ് ആയിരിക്കും. നമ്മളെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് വരാലോ, ഡിഫെൻഡ് ചെയ്ത കാര്യങ്ങൾ അതിൽ വരാലോ. നമ്മള് ലോങ് ത്രോ ഒക്കെ എറിഞ്ഞു. ഫസ്റ്റ് പോസ്റ്റ് തന്നെ അവര് ക്ലിയർ ചെയ്ത് ഹെഡ് ചെയ്തിട്ട് അകത്തേക്ക് പോയല്ലേ. ഗോമസ് വലിച്ചു വാരി എറിഞ്ഞു പാവം. പക്ഷെ അവസാനം ലോങ് ത്രോ പോവാതെ സ്വതന്ത്രമായിട്ട് കൊടുത്തതാണ് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്. നല്ല ഐഡിയ. ഈ മാച്ചിനെ കുറിച്ച് 20-25 മിനിറ്റും കൂടെ കൂടുതൽ പറഞ്ഞാൽ എനിക്ക് ഓർക്ക് വരും. അപ്പൊ നമുക്ക് നല്ല വിഷയങ്ങളിലേക്ക് പോവാം. അല്ല, നമുക്ക് ടോപ്പ് 3 കയറാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക്. അതെ, അതാണ്. നമുക്ക് പ്രീമിയർ ലീഗിലെ മറ്റ് മാച്ചസ് വെർ മോർ എക്സൈറ്റിംഗ് ദിസ് വീക്കെൻഡ്. നമുക്കിത് പ്രിവ്യൂ ചെയ്യാനൊന്നുമില്ല, കാരണം വീണ്ടും വീക്കെൻഡാണ് മാച്ച് ഉള്ളത്. നമുക്ക് ആദ്യം സംസാരിക്കേണ്ട വിഷയം, ഈവൻ ദ ഗെയിം വാസ് നത്തിങ് സോർട്ട് ഓഫ് അമേസിംഗ് ബട്ട് സിഗ്നിഫിക്കന്റ് റിസൾട്ട്. മൈക്കിൾ കാരിക് ആയിരിക്കുമോ അടുത്ത യുണൈറ്റഡ് മാനേജർ? ബിക്കോസ് 5 games, 4 wins, 1 draw. You can't technically say that he doesn't deserve it. You can't, എന്താ പറയാ, യുണൈറ്റഡ് DNA ഉണ്ടെന്ന് യുണൈറ്റഡ് ഫാൻസ് പറയുന്നുണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ് ഉണ്ടെന്ന് യുണൈറ്റഡ് ഫാൻസ് പറയുന്നുണ്ട്. സെസ്കോ, I think it's the 3rd winner from Sesko. And it's a tough game for them. Like away at Everton, നമ്മൾ പ്രിവ്യൂല് പറഞ്ഞിരുന്നു, and they got the win. And they are 3 points clear at 4th. And I think they are 3 points off Aston Villa. So Aston Villa. 3rd is in play already for United and for the top 4 chasing teams. A match, I don't think ഞാൻ കുറച്ചു നേരം കണ്ടുള്ളൂ. But it was a professional match. They did what they had to do, and അവര് എന്താ പറയാ, പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. 3 points. ഇൻസ്റ്റൻസസ് ആയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇത് സെസ്കോ ഇസ് ബീങ് എ ഒലെ, എന്താ പറയാ, അവരെ സൂപ്പർ സബ് എന്ന പോലെ തന്നെയാണ്. ഹി ഡസന്റ് സ്റ്റാർട്ട് മാച്ചസ്, വരും, ഗോൾ അടിക്കും, അടുത്ത കളി വീണ്ടും ബെഞ്ചിലിരിക്കും, ഇടയ്ക്ക് അടിക്കും. ഞാൻ മാച്ച് തുടക്കം കുറച്ചു നേരം കണ്ടു. പിന്നെ ഞാൻ കളി അങ്ങനെ ഒരു ഓപ്പൺ ഗെയിം ആയിട്ട് ഫീൽ ചെയ്തു. കുറച്ച് രണ്ടുപേരും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി, സത്യം പറഞ്ഞു. മൊബൈലിൽ കണ്ട് കിടന്ന് ഉറങ്ങി. പിന്നെ ഇടയ്ക്ക് ലാസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴേക്കും മാച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഹൈലൈറ്റ്സ്, എക്സ്റ്റെൻഡഡ് ഹൈലൈറ്റ്സ് ഒക്കെ ഇരുന്ന് കണ്ടിരുന്നു. അപ്പൊ രണ്ടുപേരും നന്നായിട്ട് അറ്റാക്ക് ചെയ്തൊക്കെ തുടങ്ങിയെങ്കിലും പിന്നെ കുറച്ചു നേരത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നി. പിന്നെ ഒരു
ഫസ്റ്റ് ഹാഫ് തീരാറാകുമ്പോഴേക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലും കിട്ടായിരുന്നു. പക്ഷെ ഇതില് മാച്ചിൽ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം സെസ്കോനെ കുറച്ചുകൂടി നേരത്തെ ഇറക്കി. സാധാരണ സെസ്കോ കുറെ കൂടി ലേറ്റ് ആയിട്ടാ വരാം. മറ്റേ 60 മിനിറ്റ്സിന് മുമ്പ് തന്നെ മറ്റേ ആരായിരുന്നു അഹമ്മദിന് പകരം കൊണ്ടുവന്ന് മറ്റേ സെസ്കോനെ ഇറക്കി. അപ്പൊ ആ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നാണ് ആ ഗോള് വന്നത്. കൗണ്ടർ അറ്റാക്ക് ഗോൾ തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് അവിടുത്തെ ഒരു രീതി. കൗണ്ടർ അറ്റാക്സിന് പറ്റിയ പ്ലേയേഴ്സിനെ വെച്ച് അത് ആ സിസ്റ്റം കളിക്കുന്ന ഒരു സംഭവം ഫീൽ ചെയ്തു. അങ്ങനെയുള്ള ചാൻസ് കിട്ടും. അത് നല്ലതാണ്. അത് എത്ര വർക്കൗട്ട് ആവുന്നറിയില്ല. ഈ പറഞ്ഞ പോലെ ടീംസ് ലോ ബ്ലോക്ക് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് നടക്കുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിവേ ഇത് യുണൈറ്റഡിന് ഭയങ്കര എക്സൈറ്റിംഗ്, ഫാൻസിനൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അവര് കുറെ മാച്ചായിട്ട് തോറ്റിട്ടില്ല. ഒരു അൺബീറ്റൻ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കാരിക്ക് അടുത്ത മാനേജർ ആവുന്നുള്ളതാ. കാരണം ഈ ഒരു എങ്കിൽ ഒരു ഇയാളെ സാക്കി അല്ല ഇയാളെ പറഞ്ഞയച്ചിട്ട് പുതിയ ഒരാളെ വീണ്ടും വെക്കുന്നതിൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഡിസിഷൻ അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ആവോ എന്ന ഡൗട്ട്. അതെ, പണ്ടുണ്ടായിരുന്ന ബാഡ് എക്സ്പീരിയൻസസ് അതെന്നാണ് എന്താണ് തീരുമാനിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും യുണൈറ്റഡ് ഫാൻസ് എന്താ പറയണെന്ന് അറിയില്ല. അവരുടെ അഭിപ്രായം അവരാരെങ്കിലും കാണണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുന്നതല്ലായിരിക്കും. എന്താണ് കാരിക്ക് തുടർന്ന് പോകണം എന്നുള്ള കാര്യം. കാരിക്ക് എനിക്ക് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത്. കാരിക്ക് വേറെ ഏതെങ്കിലും ക്ലബിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. യുണൈറ്റഡിൽ തുടരാനുള്ള സാധ്യത കുറവായിരിക്കും. വേറെ ആരെങ്കിലും മാച്ച് കണ്ടിരുന്നോ? എന്തെങ്കിലും? ഞാനധികം ഈ മാച്ച് കണ്ടില്ല, കുറച്ച് കണ്ടുള്ളൂ. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പ്ലേയേഴ്സ് കാരിക്കിന്റെ താഴെ സെറ്റിൽഡ് ആണ്. മേ ബി ആ ഒരു ബോണ്ട് മാറ്റി പിടിക്കുമെന്ന് അറിയില്ല. അതായത് കാരിക്കിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ ഒരു യങ് പ്ലേയേഴ്സ് ആണ്. ഇനി ഇവര് ആളുടെ താഴെ സെറ്റിൽഡ് ആണ്. ഒരു പാറ്റേൺ ഓഫ് പ്ലേ ഉണ്ട്. ഇത് മാറ്റിയിട്ട് പുതിയ ആളെ വന്ന് തിരിച്ചും റീഅഡ്ജസ്റ്റ് ചെയ്യുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഓൾറെഡി അമോറമിന് കോമ്പൻസേഷൻ കൊടുത്തു. ഇനി പുതിയ ആളെ ഒന്നും സെറ്റിൽ ആയില്ലെങ്കിൽ പിന്നെയും തിരിച്ചുപോയി പിന്നെയും കാരിക്ക് വരുമോ, കാരിക്ക് ആ സമയത്ത് അവൈലബിൾ ആവുമോ ഒന്നും അറിയില്ല. അപ്പൊ ഇതൊക്കെ ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം പുതിയ മാനേജറിനെ അഡ്മിറ്റ് ചെയ്യാൻ. കാരിക്കിനൊക്കെ വെക്കുന്നതിന് അർത്ഥമല്ല. ഇന്റർവ്യൂ ഓക്കെ, റൈറ്റ് നൗ ഒരു എല്ലാവർക്കും വലിയൊരു പ്ലാൻ ഒന്നും ഇല്ല. ദേ ജസ്റ്റ് കം ആൻഡ് പ്ലേ ദിയർ ഗെയിം. കൗണ്ടർ ചെയ്യേണ്ട കൗണ്ടർ ചെയ്തോ, ക്രോസ് ചെയ്യേണ്ട ക്രോസ് ചെയ്തോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീൽ അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ ബി എ യുണൈറ്റഡ് ലെവൽ മാനേജർ നെക്സ്റ്റ് സീസൺ. പ്രോബബ്ലി മിഡ് ടേബിൾ, ലെറ്റ്സ് സേ ഒരു നോട്ടിംഗ്ഹാം ടു ക്രിസ്റ്റൽ പാലസ് ആ റേഞ്ചിൽ ഹി ക്യാൻ സ്റ്റാർട്ട് പ്രോബബ്ലി. യുണൈറ്റഡ് ഇസ് എ സ്റ്റെപ്പ് ടു സൂൺ ഫോർ കാരിക്. അതിലും കൂടുതൽ റിസ്ക് ആണ് തിരിച്ച്. ഫോർ യുണൈറ്റഡ് ആസ് എ ക്ലബ്, അപ്പോയിന്റിംഗ് കാരിക് ഈസ് എ ഹ്യൂജ് റിസ്ക്. അവർക്ക് ഇനിയും ഒരു സീസൺ വേർ ദേ മേ ബി ഒരു 8th or 9th എങ്ങനെ ഫിനിഷ് ചെയ്യേണ്ടി വന്നാൽ, ഈ സീസൺ അല്ല, മേ ബി നെക്സ്റ്റ് സീസൺ 8th or 9th ഒക്കെ ഇറ്റ് വിൽ ബി ടു മച്ച് ഓഫ് എ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്. സോ ദേ മൈറ്റ് നീഡ് സംബഡി എ ബിറ്റ് മോർ പ്രൂവൺ. അൺലെസ് ഒരു വേൾഡ് ക്ലാസ് മാനേജർ അവർക്ക് കിട്ടിയാൽ കാരിക്കിനെ വെക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ വേൾഡ് ക്ലാസ് മാനേജർ ആരല്ല? സിമിയോണി ഈസ് അവൈലബിൾ, യോർ ഹാൻസി ഫ്ലിക്, നെഗ്ലിസ്മൻ, ആ ലെവലിലുള്ള ഒരു മാനേജർ അവരെ ഓൾറെഡി സംസാരിച്ചിരിക്കണല്ലോ. കാരണം ഇയാൾ ഇന്റർവ്യൂ ആണല്ലോ. അതില്ലാതെ വീണ്ടും ഒരു പുതിയ ഒരാളെ ട്രൈ ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം അതിനെക്കാളും ബെറ്റർ അല്ലേ കാരിക്ക്. ഓബിൻ പറഞ്ഞ പോലെ ഈ യുണൈറ്റഡ് ലെവൽ മാനേജറായിട്ട് അങ്ങനെ പറയാനുള്ളതൊന്നും ഇപ്പൊ ഇല്ല. അതായത് നമുക്ക് മുമ്പ് പറയാം, അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ക്ലബായിരുന്നു മുമ്പ്. കുറെ പ്ലേയേഴ്സിനെ മേടിക്കും, നല്ല സ്റ്റാർ പ്ലേയേഴ്സിനെ അവർ മേടിക്കുള്ളൂ. അപ്പോ ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോ ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, കുറെ വേജ് കട്ടും ആൾക്കാരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഫ്രീക്വന്റ് ആയിട്ട് മാനേജർ ചേഞ്ച് ചെയ്യുന്നതും അവർ ആലോചിക്കും. എന്തായാലും ഇങ്ങനെ ചെയ്തിരുന്ന അവർക്ക് എന്തായാലും ഗുണം ചെയ്യില്ല. അപ്പൊ ഇന്റർം മാനേജർ എന്ന് പറയുന്ന ആൾക്ക് കോമ്പൻസേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വരാൻ പോകുന്ന ആൾക്ക് ശമ്പളം വേണ്ടേ? നല്ലൊരു സൈനിങ് ഫീ കൊടുത്തിട്ട് വേണം. മേ ബി ഈ പറയുന്ന വിചാരിക്കുന്ന മാനേജർ ഫ്രീ ആവണം എന്നില്ല, വേറെ ഏതെങ്കിലും ക്ലബിലായിരിക്കും. ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നോക്കും അവര്. അവിടെ കോമ്പൻസേഷൻ കൊടുക്കുക, എന്നിട്ട് ഇയാളായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്യുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്.
അപ്പൊ ആ ഒരു രീതിയിൽ ആലോചിക്കും. എനിക്ക് ഒരു കാര്യം ഓർമ്മ പറഞ്ഞു. ഇതിനു മുമ്പ് ഓലെ സാക്ക് ചെയ്തതിന് ശേഷമാണല്ലോ കാരിക്ക് വന്നത്. അപ്പൊ നമ്മള് ട്വീറ്റ് ഇട്ടത് ഓല വീണു അടുത്തത് കരിക്ക്. ഓക്കെ, അല്ല, നമ്മുടെ ഓലയിൽ സാക്ക് ചെയ്യാൻ വലിയ കാരണമൊന്നും ഉണ്ടായിരുന്നില്ല, പാവം. ടോപ്പ് 4 ബാറ്റില് മറ്റുള്ള ആരാ അഭ്യുദയകാംക്ഷികൾ ബ്രെൻഫോർഡ് ബ്രെൻഫോർഡും തോറ്റു. ചെൽസി, ആദ്യം ചെൽസി പറയുന്നു. ചെൽസി വീണ്ടും പഴയ ചെൽസിയിലോട്ട് പോകുന്നു. റെഡ് കാർഡ് കിട്ടിയില്ല ഈ കളി. ഫൊഫാന വീണ്ടും റെഡ് കാർഡ് മേടിക്കുന്നു. പഴയൊരു ആ ഒരു മൊമെന്റത്തിലേക്ക് വരുന്നു, റെഡ് കാർഡ് മൊമെന്റം. നമ്മൾ ഈ പ്രിവ്യൂല് എന്ത് വന്നാലും നമ്മളിത് ചെൽസിയെ കുറിച്ച് ചർച്ച ചെയ്യണോ, ബേൺലിനെ എന്തെങ്കിലും തോപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ട് കളഞ്ഞതാണ്. അവിടെ വെച്ച് ചെൽസി തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഡ്രോ, സോറി. അപ്പോ ഗുഡ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ജോ പെഡ്രോ ഗോൾ അടിച്ചു. പക്ഷെ പിന്നെ അങ്ങോട്ട് എല്ലാം എന്താ പറയാ, ഇറ്റ് വാസ് എ ഗെയിം ദേ ഹാഡ് ടു വിൻ. അപ്പൊ ചെൽസിനെ കുറിച്ച് സുദീപ് കളി കണ്ടു, ബേൺലിയുടെ കളി. ബേൺലി ജയിക്കാൻ വേണ്ടി കളി കണ്ടു, അത് ഡ്രോ ആയി. ആ റെഡ് കിട്ടിയ പിന്നെ കളി കണ്ടത് അല്ലേ? അതെ അതെ, അതുവരെ റെഡ് കിട്ടിയ പിന്നെ ആ കളി. അല്ല, ഈ സുദീപിന്റെ അപ്ഡേറ്റ് കണ്ടിട്ടാണ് എനിക്ക് ബേൺലി ഗോൾ അടിച്ച് മനസ്സിലായത്. അതെ, ലാസ്റ്റ് മിനിറ്റ് ഇടിലൻ ഗോളായിരുന്നു അത്. അത് വേറൊരു ഇതുണ്ട്, ഞാൻ പറയാം. ഞാനതൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കട്ടെ. നെക്സ്റ്റ് വേറെ ആരാ കളി കണ്ടത് ചെൽസിയുടെ മാച്ച്? ചെൽസിയുടെ ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ സമയത്ത് ബാക്കിയുള്ള കളി കണ്ടോണ്ട് കയറി കണ്ടു. കളി തുടങ്ങുന്നതിന് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു പെഡ്രോ അടിച്ചു എന്നുള്ളത്. പിന്നെ ചെന്തിനിപ്പോ കളിയാണ് മിക്കവാറും 3, 4, 5 അടിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഞാൻ ഒഴിവാക്കി ബാക്കിയുള്ള കളി കണ്ടുവരുന്നു. പിന്നെ നോക്കുമ്പോ ഇത് 1-0 അനങ്ങുന്നില്ല. അവസാനം നോക്കാം എന്താ സംഭവം നോക്കാൻ വേണ്ടി തിരിച്ചു കയറിയത്. അവസാനത്തിൽ 10 മിനിറ്റ് 15 മിനിറ്റ് കളി കണ്ടിട്ടുണ്ട്. ബാക്കി ഒരു ഐഡിയ ഇല്ല. അതെ, ഇത് എനിക്ക് ഈ കളി കഴിഞ്ഞിട്ട് റോസ്നറിന്റെ ഒരു ഇന്റർവ്യൂ ഇതിൽ പറഞ്ഞു, പുള്ളി ഇപ്പൊ തന്നെ പ്ലേയേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഇതിലേക്ക് എത്തി. ആ കളി ഡ്രോ ആയപ്പോഴേ ഒരു പ്ലെയറിനെ ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞൊന്നും സംസാരിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞത്, ഒരു പ്ലെയർ ആ ഹെഡർ ചെയ്യുന്ന ഹെഡ് ചെയ്ത് ഗോൾ അടിച്ച് അതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്ലെയറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പ്ലെയർ അത് മാർക്ക് ചെയ്യാൻ്റെ മാറി നിന്നു. അത് കാരണമാണ് അവിടെ ഗോൾ വീണ് എന്ന് ഇതിന് ശേഷം പറഞ്ഞു. അപ്പൊ ഇപ്പൊ തന്നെ ഇത്ര ജയിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പൊ ഡ്രോ ആവുകയും ഇതൊക്കെ വന്നു മാൻ മാർക്കിംഗ് എടുത്ത് പറയാനുള്ളതാണ്. ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് അല്ലേ, മാൻ മാർക്കിംഗ് എടുത്ത് പറയാം. അത് ഏത് മാനേജറിന് വേണമെങ്കിൽ പറയാം. പ്ലെയറിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ആണെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല, അത് പറയാലോ. എന്തായാലും ചെൽസിയുടെ പ്രശ്നം ഈ ടോപ്പ് 5 ആണെങ്കിൽ ചെൽസിക്ക് ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ടു ഏർലി ടു സേ. ചെൽസിയെ കുറിച്ച് നമുക്ക് പ്രിവ്യൂല് ഈ വീക്കിലെ പ്രിവ്യൂല് കുറച്ചുകൂടി സംസാരിക്കാം. ബിക്കോസ് ദേ ആർ പ്ലേയിങ് ദ മൈറ്റി ആർസണൽ ആൻഡ് ഐ തിങ്ക് അതെ ടോക്ക് അബൌട്ട് ടൈറ്റിൽ റേസ്. സ്പേഴ്സ് അടപടലം, എന്റെ പൊന്നോ എന്താ അവസ്ഥ. ആർസണൽ എനിക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് ജാപാലിനെ സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിച്ചു? അത്രയ്ക്ക് ആ മിഡ്ഫീൽഡിൽ ബിസൂമ കിടന്ന് ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോ സങ്കടം തോന്നി. ഈ ജാപാലിനെ സെന്റർ ബാക്ക് കളിച്ചിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. എന്ത് തരം മറ്റേ ടാക്ടിക്സ് ആണെന്ന് എനിക്കറിയാം. ഞാനാണ് ആ ഓണർ എങ്കിൽ അന്ന് ആ ഗെയിം കഴിഞ്ഞത് അയാളെ പറഞ്ഞു വിടും, ഉറപ്പാണ്. അമ്മാതിരി കളിയായിരുന്നത്. Tottenham are only 4 points ahead of West Ham. അതെ സ്പേഴ്സിന്റെ മാച്ചിന് സ്പേഴ്സിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് കഴിഞ്ഞിട്ട് റീൽ ഒരെണ്ണം കണ്ടിരുന്നു. സ്പേഴ്സിന്റെ മാനേജർ വാൻഡേവന്റെ അടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാധനം. 2 റെഡിറ്റില് ഞാൻ സ്പേഴ്സിന്റെ പേജ് ഒന്ന് എടുത്ത് നോക്കി, ടോട്ടനാം എന്നുള്ളത് റെഡിറ്റില്. അപ്പൊ അതില് ഫാൻസ് ഓൾറെഡി ഒരു
യങ് ലൈനപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഓൾറെഡി ചാമ്പ്യൻഷിപ്പിൽ കളിക്കാൻ എക്സൈറ്റിംഗ് യങ് ഒരു ലൈനപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവര് ഒരു 11 ഒരു പ്ലേയിങ് 11 ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ അവര് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സ്പേഴ്സിന്റെ അതിനകത്ത് ഫാൻസിന്റെ ആ മാച്ച് വാസ് ഈക്വലി പോയിസ്ഡ് ടിൽ ആ ഗബ്രിയലിന്റെ ആ ഒരു ഫൗൾ ആണോ അല്ലയോ എന്നുള്ളത് ഒഴിച്ച് അത് കേറിയാൽ പ്രോബബ്ലി സ്പേഴ്സ് ഒരു ലൈഫ് ലൈൻ കിട്ടിയേനെ. പക്ഷെ ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗെയിം ഫോർ ആർസണൽ അല്ലെ. ആർസണലിന്റെ യോക്കറിസ് ഒരു അയാളുടെ ഒരു സ്റ്റാമ്പിങ് ഓഫ് അതോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് കളി പുള്ളി ആണ് ജയിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ ഒരു കണക്കിന് പറയാം. ഇറ്റ് വാസ് ബെസ്റ്റ് ഗെയിം ഫോർ ആർസണൽ ഇൻ എ വേ, ഹിസ് ബെസ്റ്റ് ഗെയിം. ആർസണൽ ഫാൻസ് ആർ വെരി ഹാപ്പി. സ്പേഴ്സ് ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇറ്റ് വാസ് നോൺ ഈ ഒരു പ്രശ്നം വരും എന്നുള്ളത്. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ബോട്ടിൽ ദാറ്റ് സ്പേഴ്സ്. ഇത് ബോട്ടിലല്ലോ, ഇത് എത്ര നാളോ ഇങ്ങനെ. അതിപ്പോ ഈ മിക്കി വാൻഡവൻ പറഞ്ഞതല്ലോ, മിക്കി വാൻഡവൻ ഇപ്പം ട്രൂഡോറിന്റെ ഫസ്റ്റ് ഗെയിമാണ്. ബട്ട് ഹി ഹാഡ് ദ സെയിം ഇഷ്യൂ വിത്ത് തോമസ് ഫ്രാങ്ക് ആസ് വെൽ. ഇറ്റ് ലുക്സ് ലൈക്ക് ഹി ഡസന്റ് വാണ്ട്സ് ടു ബി ഇൻ ടോട്ടൻഹാം. ക്യാപ്റ്റൻ ആണ് പോലും. പക്ഷെ പറഞ്ഞിട്ട് കാര്യം താല്പര്യം ഉണ്ടാവില്ല, നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. പുള്ളിക്ക് താല്പര്യം നമ്മളെ കൊണ്ട് വരാനാ. ഈ മെന്റാലിറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. അയ്യോ വേണ്ടേ വേണ്ട ഈശ്വരാ. ഈ മെന്റാലിറ്റി വെച്ച് സലക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ സലക്ക് ആ ഇമാതിരി കളി ചെയ്യുന്നില്ലല്ലോ. ഉള്ള ബോള് മര്യാദയ്ക്ക് കളിക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ ബാറ്റ്സ്മാനായിട്ട് നിൽക്കും, ഓഫ് സൈഡ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, നമ്മൾ ഈ മാച്ചിന്റെ എല്ലാ ക്രെഡിറ്റും ക്രെഡിറ്റ് എന്ന് ഞാൻ പറയുന്നത് സ്പേഴ്സിന് കൊടുക്കാണ്ട് ഐ തിങ്ക് നമ്മള് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ആർസണലിലേക്ക് പോവാം. ഒറ്റ കാര്യം ഈ സ്പേഴ്സിനെ ഫസ്റ്റ് തുടക്ക കൊലോമോനിയുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഒക്കെ നല്ല രസമായിരുന്നു അത് കാണാൻ. മാത്രമല്ല സ്പേഴ്സിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത് റിച്ചാർലിസൺ ഇപ്പൊ ഇഞ്ചുറി കഴിഞ്ഞ് വന്നു. സൊളാങ്കെ ഇഞ്ചുറി ആയിരുന്നു, ആള് കളിക്കാൻ വന്നു. അപ്പൊ പൊതുക്കെ അങ്ങനെയുള്ള കാര്യങ്ങള് കുറച്ചും കൂടി അറ്റാക്കേഴ്സ് കുറച്ചും കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല അവർക്ക് റെലിഗേഷൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എനിക്ക് ഈ സ്പേഴ്സിന്റെ കളി കണ്ടിട്ട് ഞാൻ ആസ് എ ഫുട്ബോൾ പ്ലെയർ ആലോചിക്കുകയാണെങ്കിൽ സോളങ്കിയൊക്കെ മിഡ്ഫീൽഡിലായിരുന്നു, ബിഹൈൻഡ് ദ സ്ട്രൈക്കർ ഒക്കെയാ കളിച്ചത്. എന്താണ് അതായത് ഗോക്കറസിന്റെ ഗോൾ ആ ഫിനിഷ് ഞാൻ അഗ്രി ചെയ്തു. നമ്പർ 9 നീ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത് വിത്ത് 2 സെന്റർ ബാക്ക് അടുത്ത് നിൽക്കണം. നമ്പർ 9 ബോൾ ടച്ച് ചെയ്ത് കൺട്രോൾ എടുത്ത് സമയം കൊടുത്ത് ഫിനിഷ് ചെയ്യാൻ വെക്കുന്നത്. ഇത് ഡിഫെൻഡിങ് മറ്റേ ഡ്രില്ലിന് ഡമ്മിയെ കൊണ്ട് നിർത്തിയ പോലെയായി. ഞാൻ ആർസണൽ കളിച്ചില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ മാസീവ് എറർ ഫ്രം സ്പേഴ്സ് സൈഡ്. ഒരു ടാക്ടിക്സും ഇല്ല, ഒന്നുമില്ല. ആകെ കളിച്ചൊരു പ്ലെയർ എന്ന് പറയുകയാണെങ്കിൽ കൊളോമുവാനിയാണ് കളിച്ചത്. കുറെ ഗബ്രിയിൽ കുറെ വെയിറ്റ് ചെയ്തു ആള്, അതൊന്നും ഫൗള് കൊടുത്തുമില്ല ഗബ്രിലിനെ. പക്ഷെ ലൈറ്റ് ആയിട്ട് നഡ്ജ് ചെയ്തു, പക്ഷെ അതിന് വീഴേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അത് ഫൗളും കൊടുക്കുകയും ചെയ്തു. കൊടുത്തതുകൊണ്ട് നിന്നതാ. ഓൺ ഫീൽഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാർ വുഡന്റ് ഹാവ് ഓവർടേൺ. അതാണ് ഞാൻ സുദീപ് പറഞ്ഞ പോലെ കോളോമുവായുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്നു. സെയിം തിങ് സോളങ്കിക്ക് അപ്ലൈ ചെയ്യായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ 2 സെന്റർ ബാക്കും ടയർഡാണ്. സബ് ചെയ്ത് വരുന്ന ഒരു സ്റ്റാർ സ്ട്രൈക്കറാണ് സോളങ്കിനെ ആ സ്ട്രൈക്കർ ഭാഗത്തേക്ക് പോലും അടുപ്പിച്ചില്ല. ബിഹൈൻഡ് റിച്ചാർലിസൺ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയോ കാണിച്ചു. പിന്നെ പറയാനുള്ളത് ജെഡ് സ്പെൻസ്. ഈശ്വര, അവന് ഇനി ഫുട്ബോൾ കളിക്കരുതേ. ഇത് എത്ര നേരം കാലില് ബോൾ വെച്ച് നിൽക്കുന്നത്. അത്രയും മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലെയർ അവിടെ മേടിക്കാനുണ്ട്. എന്തൊക്കെയാ കാണിച്ചത്. 28 ഡിസംബറിലാണ് അവസാനമായിട്ട് സ്പേഴ്സ് ഒരു കളി ജയിച്ചത് പ്രീമിയർ ലീഗിൽ. ഈശ്വര, 2 മാസം. ഇതിപ്പോ ഓബിൻ പറഞ്ഞ പോലെ സ്പേഴ്സ് ബീങ് സ്പേഴ്സ് എന്ന് പറയാനും പറ്റില്ല. അതിനും ഫസ്റ്റ് പെർഫോമൻസ്. നെക്സ്റ്റ് 3 ഗെയിംസ് അവരുടെ ഫുൾഹാം, ലണ്ടൻ ഡാർബി, ക്രിസ്റ്റൽ പാലസ്, ലണ്ടൻ ഡാർബി, then away at ലിവർപൂൾ. സ്പേഴ്സ് 18, 19, 20 ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് വരും ഉറപ്പാണ് ഇങ്ങനെ പോയാ. We'll talk about Arsenal. നമ്മള് ആർസണലിനെ കുറിച്ച്, ആർസണൽ ഫാൻസിനെ ഇങ്ങനെയൊക്കെ കളിയാക്കി കഴിഞ്ഞ ആഴ്ച മൊത്തം ഡെസ്പാക്കി.
ഇവരെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ നോർത്ത് ലണ്ടൻ അതില് വന്ന് തകർത്ത് ഞാൻ പങ്കല്ല, match എനിക്കതിൽ പങ്കില്ല. ഞാൻ പറഞ്ഞു ആഴ്സണൽ ജയിക്കുന്നു പറഞ്ഞ ഒരാൾ ഞാനാണ്. അത് ആഴ്സണൽ ജയിക്കുകയും ചെയ്തു. അവർ ടൈറ്റിൽ അടിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് അവർ ടൈറ്റിൽ അടിക്കുകയും ചെയ്തു. But they were under pressure, അല്ലേ? Arsenal after Manchester City result 2 points off, they were under pressure. Early goal. ഇനിയിപ്പോ ആർസണലിന് ഒരു ടെൻഷൻ ഉള്ള ഒരു കേസ് സാക്ക ഇഞ്ചുറി ആണ്. സാക്ക സ്കാൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. വി ഡോണ്ട് നോ എന്താവുന്നു. ആൻഡ് ഐ തിങ്ക് ബേസ്ഡ് ഓൺ ആർസണൽസ് പെർഫോമൻസ് they would need all the players to turn up. കാരണം it's tough now. But എന്താണ് ഓൾ ക്രെഡിറ്റ്സ് ടു ആർട്ടേറ്റ ഓൾസോ അല്ലെ? ഇത്രയും പ്രഷറിലായിരുന്ന സമയത്ത് നോർത്ത് ലണ്ടൻ രണ്ട് നോർത്ത് ലണ്ടൻ എസ് എ സ്പെഷ്യൽ ആയിരുന്നു. ആദ്യത്തിൽ ഹാട്രിക്ക്, രണ്ടാമത്തെ 2 ഗോളും. ഈ മേഡ് ഷുവർ ദേ വോൺ. എന്ത് ഫ്രീ ആയിട്ട് അറിയാം കളിക്കുന്നതിന്റെ ഇതൊക്കെ. ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് സ്പേസ്. എങ്ങോട്ട് പോയാലും എസ് എ ഫ്രീ. എസ് എ മറ്റേ ഒഡേഗാർഡിന് പകരം ഇനി എത്ര ഇതുപോലെ എസ് എ കളിപ്പിക്കുമെന്നറിയില്ല. കാരണം എനിക്ക് ഇനിയിപ്പോ ഇവരുടെ സ്പേഴ്സിന്റെ ഫിക്സർ ആയതുകൊണ്ട് മാത്രം കളിപ്പിച്ചതാണോ എന്നറിയില്ല. എനിവേ എസ് എ ചിലപ്പോ ഇതിനു മുമ്പൊക്കെ കളിക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നതാണ്. പന്ത് ഹോൾഡ് ചെയ്യാൻ്റെ, പന്ത് മിസ്പ്ലേസ് ചെയ്യുന്നതും ഒക്കെ. പക്ഷെ ബോക്സിന്റെ അടുത്ത് ആ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ എസ് എ ഷോട്ട് എടുക്കാനും ഒക്കെ നല്ല ഇതാണ്. ഇതുവരെ കളിപ്പിച്ചു കഴിഞ്ഞാൽ എസ് ഐ ഗോൾ അടിക്കാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോ. Arteta will win the title if he's less risk averse. പുള്ളി കുറച്ചൊരു ബ്രേവർ ആയിട്ട് എസേനെയും ഈ വിങ്ങർ ഗോൾ ഈ വുൾഫ്സിന്റെ കൂടെയാണെങ്കിലും ഏത് കളിയാണെങ്കിലും അവര് ഗോൾ അടിച്ച് ജയിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവർ ജയിച്ചേനെ. ആർട്ടേറ്റ ഡസൻ ഹാവ് ടു പ്ലേ ഈ പ്ലേയേഴ്സിനെ കൊണ്ട് ഈ 90 മിനിറ്റ്സ് ആക്കിക്കണ്ട ഡാർക്ക് ആർട്സ് ഒന്നും ആവശ്യമില്ല. ദേ ഹാവ് ദ ടാലന്റ്, ദേ ഹാവ് ദ പ്ലേയേഴ്സ്. അവരെ കൊണ്ട് ബ്രേവ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവൻ ഓപ്പോസിഷൻ വിൽ ഫീൽ ത്രെറ്റൻഡ്. ഇത് ടൈം വേസ്റ്റിങ്ങും അങ്ങനത്തെ ഇത് കളിക്കുമ്പോഴാണ് ഐ തിങ്ക് ഈവൻ ദ പ്ലേയേഴ്സ് ഗോയിങ് ടു എ ഷെൽ. സെൽഫ് ഇൻഫ്ലിക്റ്റഡ് പ്രഷർ ആണത്. ഗണേശൻ തോക്കുന്നല്ലേ പറഞ്ഞേ ആർസനലില്? കളി ഞാനിതല്ലേ പറഞ്ഞേ. ഞാനിപ്പോ ഈ എസ്ക്ക് കിട്ടുന്ന സ്പേസ് എന്നൊക്കെ പറഞ്ഞത് ഈ 5 at the back കളിപ്പിച്ചിട്ടാണ് ഒരു മിഡ്ഫീൽഡർ സെന്റർ ബാക്ക് കളിപ്പിക്കുക. ബാക്കിയുള്ളവർക്ക് സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് എന്താ പറയാ, പ്രഷറിനെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ എസ്ന്റെ ഗോൾസ് നല്ല നല്ല ഗോളായിരുന്നു. അത് പറയുമ്പോ പറയണം, യോക്കെരസിന്റെ ഗോൾ അടിപൊളിയായിരുന്നു. അപ്പോ ക്രിസ് പറഞ്ഞ പോലെ ഒരു കമാൻഡിങ് വിക്ടറി ഫോക്കസ് ചെയ്യാതെ നമ്മൾ ആകെ 1-0 or 2-1 നിൽക്കുന്നു, ഗെയിം ട്രൈ ടു ഫിനിഷ് ദ ഗെയിം എന്നൊക്കെ പറഞ്ഞ് റിസ്ക് ഇൻവൈറ്റ് ചെയ്യാതെ അങ്ങനെ ഇപ്പൊ 2-1 എന്നൊക്കെ പറയുമ്പോൾ 90+5 രണ്ടാമത്തെ ഗോൾ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. കോർണർ ഫ്ലാഗിൽ പോയിട്ട് ടൈം വേസ്റ്റ് ചെയ്യുക. അതിപ്പോ 60-65 അടിച്ചിട്ട് ആ 2-1 തന്നെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്, അങ്ങനെ ഒരു നെഗറ്റീവ് വേ ഓഫ് പ്ലേയിങ് എന്തായാലും നമ്മൾ തിരിച്ചടിക്കും. ലൈക്ക് ഓലെ അയിന എക്കിട്ടിക്കിനെ ഗോൾ ചാൻസ് കളിച്ച പോലെ ഓലെ അയിന കാരണമാണ് ഓഫ് സൈഡ് ദിനയായത്. അതെങ്ങനെയെങ്കിലും അത് സൈക്കിളാണ്, അത് ഫുട്ബോൾ സൈക്കിളായിട്ട് പറയും. അപ്പോ അങ്ങനെ തിരിച്ചടിക്കും എങ്ങനെ പോയാലും. സോ ആ ഒരു സിറ്റുവേഷനിൽ പോവാതെ കമാൻഡിങ് വിക്ടറി, പ്ലേ ലൈക്ക് ചാമ്പ്യൻസ്, 4-5 ഗോൾ അടിക്കുക, 5-1 5-2 എന്തോ ആവട്ടെ. അതിപ്പോ ഉള്ള ഇതില് നേരത്തെ തന്നെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ തോന്നി അതെന്തായാലും തിരിച്ചടിക്കും. പ്ലേയേഴ്സ് എല്ലാവരും ഡിഫൻഡീവ് മെന്റാലിറ്റിയിലേക്ക് പോകും. ചിലപ്പോൾ നിങ്ങൾ ഡിഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കാണും. അപ്പൊ ഗോൾ അടിക്കുന്ന സമയത്ത് അറ്റാക്കർ ഉണ്ടാവില്ല. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. സോ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി സോ യു പ്ലേ ലൈക്ക് ചാമ്പ്യൻസ്, ഗോ ഫോർ ദ മോസ്റ്റ് എന്താ പറയാ കൺവിൻസിങ് സ്കോർ ലൈൻ, കംഫർട്ടബിൾ ആയിരിക്കട്ടെ. അത് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, പിന്നീട് ബുദ്ധിമുട്ട് വരും, ഉറപ്പാണ്. ലീഡ് കിട്ടുകയാണെങ്കിൽ തന്നെ ഡോണ്ട് ഡിഫെൻഡ് ബോൾ അപ്പുറത്തെ ബോക്സിലേക്ക് ഇട്ടിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കരുത്. കൺട്രോൾ ദ ബോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ട് ഹാവ് ഗുഡ് പാസേഴ്സ് ഇൻ ദ ടീം. ക്ലോസ് സ്പേസിൽ പോലും
പിടിച്ചിരിക്കാൻ പറ്റുന്ന കുറെ പ്ലേയേഴ്സ് അവർക്കുണ്ട്. പാസ് ചെയ്ത് കളിച്ചുവിട്ട് ഇവർക്ക്. അത് അവർ ചെയ്യുന്നില്ല. അവരെങ്ങനെ അടിച്ച് അപ്പുറത്തേക്ക് ഇടും, എന്നിട്ട് വീണ്ടും ബാക്കോട്ടേക്ക് എല്ലാവരും എന്താ പറയുക ബസ് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. അത് ഇവൻച്വലി ഒരു റിസ്ക് ആണ്, എക്സ്പെഷ്യലി വെൻ പ്രഷർ പൈൽസ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ അത് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ടുവേർഡ്സ് ദ എൻഡ് വെൻ എവറി പോയിന്റ് മാറ്റേഴ്സ് ഇത് റിസ്ക് ആയിരിക്കും. അതില്ലാണ്ട് കളിച്ചാൽ മതി. സിറ്റി ഗെയിമിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ന്യൂകാസലിനെ കുറിച്ചായിരിക്കും ആ മാച്ചിനെ കുറിച്ച് അധികം പറയേണ്ടത് അല്ലേ? അത് രണ്ടും പറയാൻ മാത്രമൊന്നുമില്ല. അത് നോൺ റിസൾട്ട് പോലൊക്കെയാണ്. ന്യൂകാസൽ അവിടെ പോയിട്ട് എന്താ CL പോയിട്ട് നല്ലോണം കളിക്കും, ഇവിടെ വന്നിട്ട് പെടും. പാറ്റേൺ ആയിട്ട് മാറുന്നുണ്ട് സീസൺ. സെക്കൻഡ് ഹാഫ് സിറ്റി ഇറ്റ് വാസ് എ ബോറിംഗ് ഗെയിം. സെക്കൻഡ് ഹാഫ് സിറ്റി ഒന്നും ചെയ്തിട്ടുമില്ല, ഒന്നും. അവർ കണ്ടെയ്ൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ലീഡ് ഉണ്ടെങ്കിൽ ഓക്കെ ലെറ്റ്സ് സീ ദ ഗെയിം ഔട്ട്. Cherki had a lot of chances. Foden വന്നു ശ്രമിച്ചു. But again, I felt it was more of a case of job done. അത്ര അവര് നോക്കിയിട്ടില്ല മാച്ചിൽ. നമുക്ക് ആസ്റ്റൺ വില്ലിനെ കുറിച്ച് നമ്മുടെ ക്ലബിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ആസ്റ്റൺ വില്ല എന്താണ്, ആസ്റ്റൺ വില്ല ഡ്രോപ്പിംഗ് പോയിന്റ്സ് 6 points അഹെഡ് ആണ് നമ്മളെക്കാട്ടും. ഇനി ഒരു റിസൾട്ടും കൂടി അവർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ they are in top 4 race. അവർ ചെയ്യും. അവര് ഡ്രോപ്പ് ചെയ്യും. അല്ല അവര് എന്താ പറയാ, ഈ ഒരു ഫോമിൽ വെച്ച് നോക്കണം. അടുത്ത കളി അവർക്ക് ബോൾസ് ആയതുകൊണ്ട് മേ ബി ദേ വിൽ ഗെറ്റ് 3 points. പക്ഷെ ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഭയങ്കര ലാക്ക് ലെസ്റ്റർ ആണ് അവരെ കളി. ആ മെഗിൻ പോയതിനു ശേഷം ഇറ്റ്സ് ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ് ടീം. അതുവരെ കണ്ടൊരു വില്ല ആ ഒരു ഫൈറ്റ് ഇല്ല, ആ ഒരു ഡിറ്റർമിനേഷൻ ഇല്ല. കിട്ടി, ഗോൾ അടിച്ചു, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് മാറുന്നുണ്ട്. സോ പ്രോബബ്ലി ദേ ആർ മിസ്സിംഗ് മെഗിൻ മോർ ദാൻ എനിബഡി എൽസ്. ആർക്കും ഒരു ക്ലിയർ പിക്ചർ ഒന്നുമില്ല. എല്ലാം ഒരു ഇൻഡിവിജ്വൽ ഗോൾ ഇല്ലെങ്കിൽ ലക്കി ഗോൾ പോലെ വരണം ഇൻ ഈ ഗെയിം. അതിനനുസരിച്ച് ഗോൾ വാങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ടോപ്പ് 3ലേക്ക് എത്തും എന്നുള്ളത്. അതില് വില്ലയായിരിക്കും അതിൽ നിന്ന് താഴെ പോവുക എന്നുള്ളത് അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് നമ്മുടെ വില്ലയുടെ ഫിക്സ്ചേഴ്സ് ഒക്കെ എടുത്ത് നോക്കി അവരെല്ലാം ജയിക്കുന്ന മാച്ചസ് ആണ്. അവരുടെ സ്ക്വാഡ് പ്രശ്നമുണ്ട്, പക്ഷെ സ്ക്വാഡിൽ അവർക്ക് പരിചയമുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, അവരൊക്കെ ഓക്കെയാണ്, അവര് ജയിക്കും, അവര് ടോപ്പ് 3യിൽ തന്നെ നിൽക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവര് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോ എന്താണ് ഈ സ്ക്വാഡ് ഈ പറഞ്ഞ പോലെ ഇഞ്ചുറീസ് ഒക്കെ അവരെ ബാധിച്ചു. അതാണ് ഒന്ന് ഉണ്ടായത്. അവർ അതിന് പരിഹരിക്കപ്പോ ടാമി എബ്രഹാമിനെ കൊണ്ടുവന്നു, കുറച്ച് ഫോർവേഡിലൊന്നും കൂടി വാറ്റ്കിൻസിന് പകരം ഒരു എന്നുള്ളത് ഗോൾ അടിക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും മതിയായില്ല, അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട്, മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങളുണ്ട്. അവർ ആവശ്യത്തിന് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ആ പ്രശ്നമുണ്ട്. ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കളിപ്പിക്കാനും പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നമുണ്ട് എലിയട്ടിനെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ വുൾസ് ഫിക്സർ ഈസിയാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. വുൾസ് അവര് ചിലപ്പോ തോൽപ്പിച്ചു എന്ന് വരും. വുൾസ് ഓൾറെഡി ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ സീസൺ തുടങ്ങി, ആ രീതിയിലാണ് കളിക്കുന്നത്. എനിക്ക് തോന്നില്ല വില്ല കളി ഈസി ആയിട്ട് ജയിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നോക്കാം, നമുക്ക് ഈ റിവ്യൂല് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോ റിവ്യൂ ആയിട്ട് നമുക്ക് അതേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് വാസ് എ ഗുഡ് വീക്ക് ഫോർ ലിവർപൂൾ. ഒരു സമപ്പ് ചെയ്യുകയാണെങ്കിൽ ചെൽസി ഡ്രോപ്പിംഗ് പോയിന്റ്സ്, ആസ്റ്റൺ വില്ല ഡ്രോപ്പിംഗ് പോയിന്റ്സ്, യുണൈറ്റഡ് വൺ, ഇറ്റ്സ് ഓക്കെ. Then again Arsenal, Brentford dropping points, and both of the top 2 teams have won. So it was a good weekend. And ഇനിയിപ്പോ ചാമ്പ്യൻസ് ലീഗ് ഇന്നറിയാം നമ്മൾ ആരുടെ കൂടിയാണ്, നമുക്ക് ആരൊക്കെ വരുമെന്ന്. അത്ലറ്റിക്കോ പ്ലേയിങ് ബ്രൂഷ്. നിങ്ങളെ വീഡിയോ കാണുമ്പോഴേക്കും ചിലപ്പം റിസൾട്ട് ആയിണ്ടാവും. നമ്മളിപ്പോ റെക്കോർഡ് ചെയ്യുമ്പോൾ മാച്ച് തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോ ഇന്റർ ആൻഡ് ബോഡോ മാച്ചസ് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് നമുക്ക് റിസൾട്ട് അറിയാത്തത്. ബിക്കോസ് ന്യൂകാസൽ വിൽ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ആഫ്റ്റർ 6 goal ലീഡ് ഉണ്ട്. ലെവർക്യൂസൻ ഒളിമ്പിയാക്കോസ്
ഒളിമ്പിയാക്കോസ് അവേ ലെവർക്യൂസിൻ ചാൻസ് ഇല്ല, 2-0 ലീഡ് ഉള്ളത്. ബാക്കി യുവന്റസ് ഗാലറ്റാസറേ വിൽ ബി ഫൺ ടു വാച്ച്. അത് നമ്മളെ ബാധിക്കുന്ന ഒരു മാച്ചാണ്. PSG മൊണാക്കോ, PSG ഷുഡ് ഗോ ത്രൂ. ആൻഡ് അറ്റ്ലാന്റ ഡോട്ട്മണ്ട് അവേ നോക്കാം. ആ 4 ടീമിൽ ഒരെണ്ണല്ലേ ക്വാളിഫൈ ആവുള്ളൂ അല്ലേ മൊത്തം? അതായത് ഗല, യുവെ, ക്ലബ് ബ്രൂജ് ഗല യുവെ എന്നൊരു ടീമോ അല്ലെങ്കിൽ ബ്രൂഷ് അത്ലറ്റിക്കോ മാഡ്രിഡിലെ ഒരു ടീമോ നമുക്ക് കിട്ടും. ടീമോ നമുക്ക് അങ്ങനെ. ഓക്കെ, അങ്ങനെയാണ്. PSG ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അതെ, ബോർഡോന്റെയാണ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്ത് അത് കഴിഞ്ഞ് ബോർഡോന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. നല്ല രസമുള്ള ഒരു സിറ്റിയും അവരുടെ കൾച്ചറും ഒക്കെ, ഫുട്ബോൾ കൾച്ചറും ഒക്കെ നല്ല രസമുള്ള ഒരു ഏരിയ ആണ്. അവര് ഇതിൽ കയറി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അടുത്ത റൗണ്ടിലേക്ക് രസമായിരിക്കും. ആർക്ക് അവരായിട്ട് മാച്ച് വരിക ബോർഡോയിട്ട്, അവര് ഇതിലും വരും. സിറ്റിക്കുണ്ട്. അതെ, അവര് നല്ല ഒത്തുണക്കത്തോടെ കളിക്കുന്നുണ്ട്, ടീമായിട്ട് കളിക്കുന്നുണ്ട്. എനിവേ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വേറെ സർപ്രൈസ് ഒന്നും ഉണ്ടാവാനില്ല അല്ലെ? അതെ. ബ്രൂഷ് അത്ലറ്റിക്കോ വിൽ ബി ഇൻട്രസ്റ്റിംഗ്. നോക്കാം. 3-3 ആണ് ഇപ്പം. ബ്രൂഷ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമുക്ക് കാര്യം കൂടി വേറെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ സ്പാനിഷ് ലീഗില് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോ റയൽ മാഡ്രിഡ് ആയിരുന്നു ടോപ്പ്. റയൽ തോറ്റു, ബാഴ്സ ജയിച്ചു, ബാഴ്സ ടോപ്പായി. അതുപോലെ ഫ്രഞ്ച് ലീഗില് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലെൻസ് ആയിരുന്നു ടോപ്പ്. ലെൻസ് തോറ്റു, PSG ജയിച്ചു, PSG വീണ്ടും ടോപ്പായി. പക്ഷെ ഇറ്റാലിയൻ ലീഗില് ഇന്റർ നല്ല ലീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ വേറെ വ്യത്യാസം. ലീഗ് ഏറ്റവും ക്ലോസസ്റ്റ് ഈ അടുത്തുണ്ടാവുക ഇറ്റാലിയൻ ലീഗാണ്. കഴിഞ്ഞ സീസണൊക്കെ ഭയങ്കര രസമാണ് സെറിയ. പക്ഷെ ഇത്തവണ 10 പോയിന്റ് ലീഡാണ് ഇന്റർ മിലാൻ. അതെ. AC മിലാൻ ഒന്ന് താഴ്പോയി. ലോസ്റ്റ് അഗൈൻ ദിസ് വീക്കെൻഡ്. പിന്നെ ചാമ്പ്യൻഷിപ്പില് റെക്സാം മാച്ച്, അതെന്റെ ഹൈലൈറ്റ്സ്. അതായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് റെക്സാമിന്റെ. അതെ, നല്ല മാച്ച്, നല്ല മാച്ച് ആയിരുന്നു. ഞാൻ അതിന്റെ ഹൈലൈറ്റ്സ് കണ്ടുള്ളൂ. അതില് 2-3 തോറ്റു നിൽക്കായിരുന്നു റെക്സാം. എന്നിട്ട് അവര് 5-3 സ്കോറിന് ജയിച്ചു. അപ്പൊ അവര് അങ്ങനെയാണ് ഇതിൽ കയറിയത് ടോപ്പ് 6 പ്ലേ ഓഫ് പ്ലേസ്. ചാമ്പ്യൻഷിപ്പ് ഇടയ്ക്കുന്നതിന് കണ്ടു നോക്കണമെന്നുണ്ട് ചില മാച്ചുകളൊക്കെ. എനിവേ വേറെ ഒന്നുമില്ല. നമ്മൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നോക്കാൻ നെക്സ്റ്റ് ഡേയ്സ് എന്തുണ്ടാവും, നമുക്ക് ടോപ്പ് 3യിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതൊക്കെ അറിയാം. ഉറക്കം എന്ന് വെച്ചാൽ ഒരു കോഫി കുടിച്ചിട്ട് വേണം ഇനി നമ്മളെ മാച്ച് കാണാനല്ലേ? അതെ, ഓക്കെ. അപ്പോ ശരി, വേറെ ഒന്നുമില്ല. നിങ്ങൾ കമന്റ്സ് ചെയ്യുക. നിങ്ങളുടെ പ്രഡിക്ഷൻ ഒക്കെ കറക്റ്റ് ആയതല്ലേ? ഇത്തവണ പ്രഡിക്ഷൻ ആരുടെയും കറക്റ്റ് ആയത് നമ്മൾ നോക്കിയില്ലല്ലോ. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓഡിയൻസ് നോട്ട് ചെയ്ത്. ആരും വണ്ണിൽ പറഞ്ഞിട്ടില്ല. അതെ, 0-2 ആണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ ഒരു ഗോള് കേട്ടിസ് അടിച്ചെങ്കിൽ കറക്റ്റ് ആയി. ഓബിൻ 1-1 പറഞ്ഞു, ഇല്ലെങ്കിൽ 0-0 എന്ന് പറഞ്ഞു. ഞാൻ 2-1 എന്ന് പറഞ്ഞു, 1-2 എന്ന് പറഞ്ഞു. അതെ, 1-2. അതെ, ഓക്കെ. എനിവേ നമുക്ക് നോക്കാം. കമന്റ്സിൽ ആരെങ്കിലും കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും. ഓക്കെ, ബൈ എല്ലാവർക്കും. ബൈ.